വേറെ ഒന്നും തോന്നരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക. ഈ ദൈവത്തിനെ കൊക്കേട്ടിപ്പൊരിക്കുക എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെയുള്ളൊരു സ്വഭാവമാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കറായിരുന്നു. ഇനി സുതി വല്ലവർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കാൻ നോക്കും ആദ്യം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി ഊളത്തരം വന്നിട്ട് എന്തിനാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മെരകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങളെ സപ്പോർട്ട് ചെയ്തതോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല, വിമർശിക്കേണ്ട ഇടയ്ക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എന്തൊക്കെയോ ചെയ്യിക്കുന്നതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടേ, ഇത് ഇവര് തന്നെ മേടിച്ചാണ്, ഞാൻ സെലക്ട് ചെയ്തതാണ്. അല്ല 35,000. കഷ്ടം. ഇത് ചെരുപ്പ് കാണിക്കാനൊന്നല്ല. ഇത് നമ്മൾ വിചാരിക്കുന്നത് അറിയാം, ഈ ചെരുപ്പ് കാണിക്കാനാണ് ഈ പ്രഹസനം എന്നാണ്. പക്ഷെ അതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല ഇവരുടെയൊക്കെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും വിമർശിക്കുന്നത് എന്താ പറയുക, ഇവർ ഈ പിന്നെ അല്പത്തരം തന്നെയാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഇമാതിരി അല്പത്തരം കാണിക്കുന്ന ഒരു സ്ത്രീ എന്തിനാണ് വെറുതെ ഇമാതിരി അല്പത്തരം കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നടന്നു. നിങ്ങൾ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ കുറേ ചാനലുകാരെയും വിളിച്ച്, ഈ ചാനലുകാർ എന്താ ചെയ്യുന്നത്, അവരുടെ കാല് കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ഐഡിയ ആണിത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത്രയും വില ഇത്ര പോരിൽ ഉടുപ്പ് കൂട്ടി ഇതെന്താ 5 വയസ്സുള്ള കുട്ടിയാണോ? എനിക്കറിയാത്തോണ്ട് ഇരിക്കുന്നതെന്ന്. നമ്മളൊക്കെ അങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കുന്നത്? ഇതൊന്നുമല്ലല്ലോ. അല്ല, ഒരു കണക്ക് പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ സുധിയുള്ളപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ വിമർശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവർ നടക്കുന്നതിനോ ഇതൊന്നല്ല. പക്ഷെ ഇവരെല്ലാവരെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിമർശിക്കണം എല്ലാവരും. താൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം, താൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഇവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ നമ്മൾ കാണുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ എന്താ, അയ്യോ അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്, അവരെല്ലാവരും പറയുന്നത്. ഇതൊന്നും അല്ലടോ. ഇവർക്ക് ആവശ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഇതൊക്കെ ഇങ്ങനെ വിമർശനം എല്ലാവരും ഉന്നയിക്കണം, അതാണ് ഇവരുടെ ആവശ്യം. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്തു ഒരു ദിവസം ഇവരെ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ ഇവർ പിറ്റേന്ന് ദിവസം മുതൽ എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടാക്കും ഇവർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം വൃത്തികെട്ട ഒരു സംഭവമാണ് ഇത്. 35,000 രൂപേൻ്റെ ചെരുപ്പ് പോലും ആയിരുന്നു. ഇവരാരാന്ന വിചാരം, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഈ നാട്ടുകാരോട് വിരിപ്പിച്ച് വീടും വാങ്ങിച്ച് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, സുധി തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടം മേടിച്ച പൈസകൾ പല പിള്ളേർക്കും കൊടുക്കാനുണ്ട്. ആലോചിച്ചോക്കെ, പല പിള്ളേർക്കും ഉണ്ടാവും കൊടുക്കാൻ. ഇപ്പൊ സുധി വാങ്ങിച്ച കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധി ഇല്ലാത്തതുകൊണ്ട് മാത്രം അവർ തിരിച്ചു ചോദിക്കാണ്ടിരിക്കുന്നതായിരിക്കും. അതെല്ലാം തിരിച്ചു കൊടുക്കുക വേണ്ടത്. എന്നിട്ടിങ്ങനെ ഞെളിഞ്ഞു എന്ന് വർത്താനം പറ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വളരെ പുച്ഛം തോന്നുകയാണ് ചില സമയത്തൊക്കെ. ഇത് എന്തൊരു ഉളത്തരമാണ് ഇത്. ഇമ്മാതിരി എന്താ പറയേണ്ടത്, തോന്നിയ വാസം കാണിക്കുമായിരുന്നു. 35,000 രൂപേൻ്റെ ചെരുപ്പ് പോലുമായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി കാല് മുഴുവനായിട്ട് കാണിക്കുക. അത് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു തന്നെ അത് ക്യാമറ പിടിക്കാനും എന്തോ വളരെ മോശമായ അവസ്ഥ തന്നെ കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ന്യായീകരിക്കും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ വിധവയാണ് എന്ന് പറഞ്ഞു നിൽക്കുക. ടാർഗറ്റ് ഇതെല്ലാം എങ്ങനെ ടാർഗറ്റ് ചെയ്യാതിരിക്കും? ഇതൊക്കെ അത്രമാത്രം വളരെ മോശമായിട്ടുള്ള ഈ ഒരു 35,000 രൂപേൻ്റെ ചെരുപ്പ് കൂട്ടിയിട്ട് ഇത് ആരെയാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്മാരെ വരെ എന്ന് പറഞ്ഞ് നിങ്ങൾ പുച്ഛിക്കലാന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം മതിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഈ ഫെയിമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നിമിഷം കൊണ്ട് ചിലപ്പോഴും ഇല്ലാതാകും. അത് മനസ്സിലാക്കാദ്യം. എന്നിട്ട് ഇങ്ങനെ കാണിക്കും. ഇതെന്താ ഈ എല്ലാവരും എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ എല്ലാവരും ജീവിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മകനെ വളർത്താൻ? ഇത് ആർക്ക് വേണ്ടിയിട്ട്? ഇത് എനിക്ക് തോന്നുന്നത് എന്താ അറിയാ, ഈ കുടുംബം മുഴുവൻ പോറ്റാൻ വേണ്ടിയിട്ട് ഇമാതിരി പണി ഇത് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു സുധീനെക്കാട്ടിയും കഷ്ടത്തിൽ ഇവരെ കാര്യമാവും. സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ലോകത്തുള്ള കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പൈസക്ക് ആവശ്യമുള്ളത് പോലെയാണ് ഇവർ ചെയ്യുന്നത്. ഇതെന്താണ് ഇതിനെ കൊണ്ട് നേട്ടം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ 35,000 രൂപേൻ്റെ ചെരുപ്പ് മറ്റോ കുറെ കാല് കാണിച്ചിട്ട് എന്താ ഇതിന്റെ നേട്ടം എന്താണ്? അതൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ ഇന്ന് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അതായത് കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എന്താ പറയേണ്ടത്, അവരോടൊരു ഇഷ്ടം പോലും തോന്നില്ല നമുക്ക്. അതായത് ആ ഒരു സുധി എന്ന് പറയുന്നവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി പരിഹസിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. ആ ഒരു കലാകാരൻ ഇവർ പരിഹസിക്കുകയാണ്. നിങ്ങൾ പരിഹസിക്കുക എന്തോ ചെയ്തു, നിങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അതാണ് വേണ്ടതായിരുന്നു. ആ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെയില്ല ഇത് കളിക്കരുതായിരുന്നു. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതായത് ഇവരെ എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങ് കളിപ്പിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനി വേറൊരു രംഗം കൂടി ഞാൻ കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും വലിയ എന്താ ഒരു അവസ്ഥയാന്ന് നമുക്ക് മനസ്സിലാവേ. അതൊരു ഭയങ്കര സംഭവം വേണ്ട ഡ്രസ്. വേണ്ടാ, അതെന്തിനാണ് കളഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ വിചാരിക്കുന്ന എന്താ അറിയാം, ഇവര് അത് പിന്നെ ഒറിജിനലായിട്ട് അവിടെ വീണു പോയത് അതൊന്നുമല്ല. ഈ ക്യാമറാമാൻമാരും ഇതിന്റെ ഇങ്ങനെ ഈ മൊത്തത്തിൽ എന്ന് പറയുന്നത് കുറെ എണ്ണം ഇങ്ങനെ ഇതിന്റെ ഇതായിട്ട് നടക്കുന്നുണ്ടാവും. അവന്മാർ പറയും അതങ്ങ് ഇടി ജയിച്ച് എന്നാൽ പിന്നെ ഒരു കണ്ടന്റ് കൂടി കിട്ടും. അങ്ങനെ അതങ്ങ് ഇട്ടിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ വീണ് പോയായിരുന്നു, എന്നാൽ പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ല ഫോട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് പറഞ്ഞൂടെ മക്കളെ, ഞാനിത് മണങ്ങുന്നുണ്ട്, മണങ്ങുന്ന ഫോട്ടോ ഒന്നും എടുക്കല്ല നിങ്ങൾ എന്ന് പറഞ്ഞൂടെ. ഇത്ര പോയിരുന്നില്ല വാവാടി ഇട്ടിട്ടല്ലേ മണങ്ങുന്നത്. അതാ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തിനാ വെറുതെ ആ മനുഷ്യനെ പറയിക്കുന്നത്? ആ കൊല്ലസുതി എന്ന് പറയുന്ന മനുഷ്യനെ പറയിക്കാതെ, അയാളുടെ കൂട്ടുകാരെ പറയിക്കാതെ, അല്ലെങ്കിൽ അയാൾക്ക് സഹായം ചെയ്ത ഒരുപാട് പേരുണ്ട് അവരെ പറയിക്കാതെ, ഈ 35,000 ഉറുപ്പ്യൻ്റെ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം പറഞ്ഞാൽ മതി എൻ്റെ പൈസ വെച്ചിട്ട് നീ 35,000 ഉറുപ്പ്യൻ്റെ ചെരുപ്പിട്ട് നടക്കുന്നത്. അവിടെ തീരാനുള്ളതേ ഉള്ളൂ രേണു സുധി എന്ന് പറയുന്ന അയാളുടെ ഇത്. രേണു സുധി എന്ന് പറയുന്ന യുവതിയുടെ പവർ അവിടെ തീരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളൊക്കെ ഇത്രയും അല്പത്തിനും കാണിക്കോടെ എനിക്ക് തോന്നുന്നില്ല. അതായത് എന്തൊരു തള്ളാന്ന് തള്ളുന്നത്. അതാണ് ഞാൻ ആലോചിക്കുക, എന്തിനാ ഇങ്ങനെ തള്ളുന്നത്? വെറുതെ അല്ല എല്ലാവരും വന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വളരെ ഇതായിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ ഈ അല്പത്തരം കണ്ടിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇവരുടെ ഈ അല്പത്തരം കണ്ടിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി അതൊക്കെ നിങ്ങൾ കാണുന്നില്ല. ഇതിൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കൂ? അതായത് ഇവരൊക്കെ വിചാരിക്കുന്നത് അല്ലേ പിന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ അയ്യോ പാപം, ഒരമ്മയ്ക്കും ഒരു മകനും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് ചെയ്യുന്നെന്നാണ് ഇവർ പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, എന്താ നന്മീൻ്റെ അകത്തുള്ളത്, എന്നാ ഇവർ കാണിച്ചു കൂട്ടുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങളൊരു കാര്യം ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളെ സ്കെറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടോ നിങ്ങളുടെ ഡാൻസോ ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് സഹിക്കാം. പക്ഷേ ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തോ ആരോടോ പ്രതികാരം തീർക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജനങ്ങളോടുള്ള പ്രതികാരമാണോ, ഇനി സമൂഹത്തിനോട് മൊത്തമുള്ള പ്രതികാരമാണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്നുള്ള പ്രതികാരമാണോ? ഇവിടെ പല ആൾക്കാരും വിധവയാകുന്നുണ്ട്. അതായത് പല ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചിട്ട് പിന്നീട് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലും ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അല്ലാതെ ഈ രേണുസുതി ഒരാൾ മാത്രമല്ല ലോകത്ത് എന്ന് പറയുന്നത് ഇതുപോലെ വിധവയായിട്ട് എന്താ പറയുക കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. എല്ലാവരോടും ജോലിക്ക് പോകാൻ പറ. സുതി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യരുത്. സുതി ചെയ്യുന്നത് പോലെ എല്ലാവരുടെ ചെലവും മൊത്തത്തിലെടുത്ത് ആ പാവം ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം, അതായത് അയാൾ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിലായിപ്പോയി അയാൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുതി ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യണ്ട. കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊക്കെ ജോലിക്ക് പോകാൻ പറ, അതല്ലേ വേണ്ടത്. അയ്യോ വളരെ കഷ്ടം തന്നെ കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടുകളാം. നന്ദി, നമസ്കാരം.